തട്ടിപ്പുകൾ മൂലം രാജ്യത്തിന് നഷ്ടപ്പെട്ടത് കോടിക്കണക്കിന് രൂപയെന്ന് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ 9 മാസത്തിനിടെ നഷ്ടമായത് 11,000 കോടി രൂപയാണ്. നിരന്തരം മുന്നറിയിപ്പുകൾ നൽകിയിട്ടും വലയിൽ വീഴുന്നവരുടെ എണ്ണത്തിൽ കുറവില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ ഡിവിഷനിൽ നിന്നുള്ള ഡാറ്റകളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിലാണ് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ. 2024 ആദ്യ 9 മാസങ്ങളിൽ മാത്രം 11,333 കോടി രൂപയുടെ സൈബർ തട്ടിപ്പുകളാണ് രാജ്യത്ത് നടന്നത്. ഇതിൽ തന്നെ സ്റ്റോക്ക് ട്രേഡിംഗ് തട്ടിപ്പുകളാണ് ഏറ്റവും കൂടുതൽ നടന്നതെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. സ്റ്റോക്ക് ട്രേഡിംഗിലൂടെ മാത്രം നഷ്ടമായത് 4,636 കോടി രൂപയാണ്. 2 ലക്ഷത്തിലധികം പരാതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചത്. കഴിഞ്ഞ 4 വർഷത്തെ കണക്കുകളും ഭീതിപ്പെടുത്തുന്നതാണ്. 2021 മുതൽ 30.05 ലക്ഷം പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പരാതി ലഭിച്ചത് 2023 11,31,221 പരാതികളാണ് 2023 ലഭിച്ചത്. 5,14,741 പരാതി 2022 1,35,242 പരാതി 2021 ലഭിച്ചു. മാത്രമല്ല കഴിഞ്ഞ 4 വർഷത്തിനിടെ പല തട്ടിപ്പുകളിലൂടെ 27,914 കോടി രൂപയുടെ നഷ്ടമാണ് രാജ്യത്തിനുണ്ടായത്. ഡിജിറ്റൽ അറസ്റ്റുകളിലൂടെ തട്ടിയെടുക്കപ്പെട്ടത് 1,616 കോടി രൂപയാണ്. 63,481 പരാതികളിൽ നിന്നുള്ളതാണ് ഈ നഷ്ടക്കണക്ക്. ഇതിനു പുറമെ മറ്റ് നിരവധി തട്ടിപ്പുകളിലൂടെയും കോടിക്കണക്കിന് രൂപ അപഹരിച്ചു. ഈ വർഷം ലഭിച്ച 12 ലക്ഷത്തോളം സൈബർ തട്ടിപ്പ് പരാതികളിൽ 45% കംബോഡിയ, മ്യാൻമാർ, ലാവോസ് എന്നിവിടങ്ങളിൽ നിന്നെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഡിജിറ്റൽ അറസ്റ്റ് അടക്കമുള്ള സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചു വന്നതോടെ ഒക്ടോബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്ത് റേഡിയോ പരിപാടിയിൽ സൈബർ ക്രൈമിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒരു സർക്കാർ ഏജൻസികളും ആളുകളെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. തട്ടിപ്പുകളുടെ പശ്ചാത്തലത്തിൽ പോലീസും നിരന്തരം മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. എങ്കിലും വലയിൽ വീഴുന്നവരുടെ എണ്ണത്തിൽ കുറവില്ല. വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടും OTP ഷെയർ ചെയ്യാൻ ആവശ്യപ്പെട്ടുമെല്ലാം നടത്തിയ സൈബർ തട്ടിപ്പുകൾ നിരവധി ഉണ്ടായിട്ടുണ്ടെങ്കിലും ദിനംപ്രതി തട്ടിപ്പിന്റെ സ്വഭാവം മാറുകയാണ്. അതിനാൽ തന്നെ അതീവ ജാഗ്രത പുലർത്തേണ്ടത് നമ്മുടെ കടമയാണ്.